Environmental Engineering 1 Module 3 നമ്മുടെ previous videosൽ plane sedimentation tank and basic elements of design and its zones കണ്ടു. Sedimentation with coagulation കണ്ടു. അതിൻ്റെ different common coagulants used അതും നമ്മൾ കണ്ടു. അതുപോലെ plane sedimentation ഡിസ്കസ് ചെയ്യുമ്പോൾ different types of sedimentation tanks based on its shape. അതായത് rectangular tank എന്താണ് നമ്മൾ കണ്ടു, circular tank എന്താണ് നമ്മൾ കണ്ടു, ആൻഡ് കോപ്പർ ബോട്ടം ടൈപ്പ് ടാങ്ക് എന്താണെന്ന് കണ്ടു അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് സെഡിമെന്റേഷൻ ടാങ്ക്സ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്ലെയിൻ സെഡിമെന്റേഷൻ്റെ ടാങ്ക്സ് ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ടൈപ്പ് ടാങ്ക് എങ്ങനെ ഡിസൈൻ ചെയ്യുന്ന നോക്കുന്നത്. ആൻഡ് ഇവിടെ എടുക്കുന്ന ഷേപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്ടാങ്കുലർ ടാങ്ക് ആണ്. അപ്പം പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്കിൽ റെക്ടാങ്കുലർ ടാങ്കിന്റെ ഡിസൈൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Design a sedimentation tank for waterworks which supply 1.4 million liters per day. അതായത് ഒരു ദിവസം സപ്ലൈ ചെയ്യേണ്ട ആ ടാങ്ക് വഴി സപ്ലൈ ചെയ്യേണ്ട വാട്ടർ എത്രയാണ്? 1.4 ലിറ്റർ പെർ ഡേ. ദ സെഡിമെന്റേഷൻ പീരീഡ് ഈസ് 5 hours. അറ്റ് എ ടൈം ആ ടാങ്കിൽ 5 hour ഡിറ്റൻഷൻ ടൈം വേണം ഒരു വാട്ടർ നമുക്ക് പ്രോസസ് ചെയ്ത് കിട്ടാൻ വേണ്ടി. നെക്സ്റ്റ്, ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് 12 centimeter per minute. Through the tank, the water will flow with a velocity of 12 centimeter per minute. Depth of water in the tank is 4 meter. Depth of water in the tank is 4 meter. Assume an allowance for sludge as 80 centimeter. സ്ലഡ്ജിനുള്ള അലവൻസ് എത്രയായിരിക്കണം? 80 centimeter. അതായത് ഈ 4 മീറ്ററിൽ ഏറ്റവും ബോട്ടം പോർഷനിൽ സ്ലഡ്ജ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ വെക്കേണ്ട ഡെപ്ത് ആണ് എത്ര? 80 centimeter. ഇനി ഇതെങ്ങനെ ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഡിസൈൻ ചെയ്യേണ്ടത് ഒരു റെക്ടാങ്കുലർ ടാങ്ക് ആണ്. അപ്പം റെക്ടാങ്കുലർ ടാങ്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ബ്രെഡ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ആൻഡ് ഡെപ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ ദിസ് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ ടാങ്ക്, ഡെപ്ത് ഓഫ് ദ ടാങ്ക് ആൻഡ് ലെങ്ത് ഓഫ് ദി ടാങ്ക്. ഓക്കെ, അപ്പം തന്ന ഡീറ്റെയിൽസിൽ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ് എത്രയാണ് തന്നിരിക്കുന്നത്? 1.4 into 10⁻⁶ ലിറ്റേഴ്സ് പെർ ഡേ ആണ്, റൈറ്റ്. അപ്പം ഈ വെള്ളം ഇതിൻ്റെ അകത്ത് പാസ് ചെയ്യുമ്പോൾ, ഈ സെഡിമെന്റേഷനിൽ ടാങ്കിൽ പാസ് ചെയ്യുമ്പോൾ ഡിറ്റൻഷൻ ടൈം എത്രയാണ്? 5 hours ആണ്. ഓക്കെ, ഒരു ദിവസമാണ് ഇത്രയും വെള്ളം കടത്തി വിടേണ്ടത്. അപ്പം ഒരു മണിക്കൂറിൽ ഈ ടാങ്കിൻ്റെ അകത്തേക്ക് എത്ര വെള്ളമായിരിക്കണം കടത്തി വിടേണ്ടത്? ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി പാസ്ഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ് എത്രയായിരിക്കണം? ഒരു ദിവസമാണ് 1.4 million liters വേണ്ടത്. അപ്പോൾ ഒരു മണിക്കൂറിലേക്ക് ശരിക്കും ടാങ്കിൻ്റെ അകത്തേക്ക് എത്ര കടത്തി വിടണം? നമുക്ക് കടത്തി വിടേണ്ട എമൗണ്ട് എത്രയാണ്? 1.4 into 10⁻⁶ divided by 24. റൈറ്റ്. പക്ഷേ നമ്മൾക്ക് ഇവിടെ ഡിറ്റൻഷൻ പീരീഡ് എത്രയാണ്? 1 hour ആണോ? അല്ല, ഡിറ്റൻഷൻ പീരീഡ് എത്രയാണ്? 5 hours ആണ്. അതായത് ഒരു 5 hourൽ ഒരു ക്വാണ്ടിറ്റി ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് 5 hour ട്രീറ്റ്മെന്റ് വരുന്നത്. അപ്പം നമുക്ക് അറ്റ് എ ടൈം 5 hours വാട്ടർ ആണ് എന്ത് ചെയ്യേണ്ടത്? ഇത് ഒരു മണിക്കൂറിലേക്കുള്ള വെള്ളമാണ്. നമുക്ക് ഇവിടെ 5 മണിക്കൂർ ഡിറ്റൻഷൻ പീരീഡ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആ 5 മണിക്കൂറിലേക്കുള്ള വാട്ടർ ട്രീറ്റ് ചെയ്യണം. ഒരു മണിക്കൂർ എത്ര വാട്ടറാണ് ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ 5 മണിക്കൂറിലേക്ക് എത്ര വാട്ടർ ആയിരിക്കും ട്രീറ്റ് ചെയ്യുക? ഇൻറ്റു 5. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.292 into 10⁻³ meter cube കിട്ടും. അല്ലെങ്കിൽ യു ക്യാൻ സേ 292 meter cube. ഇത്രയും വാട്ടർ ആണ് ഈ സെഡിമെന്റേഷൻ ടാങ്കിൽ 5 മണിക്കൂർ കൊണ്ട് ട്രീറ്റ് ആയി വരുന്നത്. അല്ലെങ്കിൽ ഇത്രയും വാട്ടർ ട്രീറ്റ് ചെയ്യണം, വാട്ട് ഷുഡ് ബി ദ കപ്പാസിറ്റി ഓഫ് ദിസ് ടാങ്ക്? കപ്പാസിറ്റി അത്രയും വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ടാങ്കിന് ഉണ്ടാകും. സോ വോളിയം ഓഫ് ദിസ് ടാങ്ക് ഈസ് 292 meter cube. I can simply say volume of tank is 292 meter cube. Okay, so here I will say it as volume of tank is equal to 292 meter. Now see, what is the velocity of flow? Velocity of flow എത്ര തന്നിരിക്കുന്നത്? 12 centimeter per minute അല്ലേ. അപ്പം അത് വെച്ചിട്ട് velocity of flow is equal to 12 centimeter per minute. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ വോളിയം ഓഫ് ടാങ്കും അറിയാം, ഹൊറിസോണ്ടൽ ഫ്ലോ വെലോസിറ്റിയും അറിയാം. ഫ്ലോ വെലോസിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്? 12 centimeter per minute. ഓക്കെ, ഇനി ഡിറ്റൻഷൻ ടൈമും അറിയാം, T equal to 5 hours. സപ്പോസ് വാട്ട് ഈസ് വെലോസിറ്റി? ബേസിക് ഡെഫിനേഷൻ ഓഫ് വെലോസിറ്റി equal to ലെങ്ത് ബൈ ടൈം ആണെന്ന് അറിയാം അല്ലേ.
അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഫ്ലോയുടെ ടൈമാണ് 5 അവർ. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി 12 cm/min തന്നിട്ടുണ്ട്, ടൈം 5 അവർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ടാങ്ക് എത്രയാണ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ലെങ്ത് ഓഫ് ടാങ്ക് ഈസ് ഈക്വൽ ടു velocity into detention time, right? Detention time. So what is velocity over here? Velocity is 12 centimeters. So I can simply say it as, instead of centimeter, let me replace it by 0.12 meter per minute. Okay, into detention time. Detention time is 5 hours. Since I have to make it as common units, so 5 into 60. Okay, so how much will be the required length of the tank? So required length of the tank will be equal to 36 meter. So see here, this length will be equal to 36 meter. Okay, now see, I have the details of volume of tank as 292 meter cube and length as 36 meter. So if I have the volume of tank as 292 and length as 36 meter, can I find the cross sectional area? In B into D, cross sectional area എത്രയാണ് കണ്ടുപിടിച്ചൂടെ? So next we will find what is the cross sectional area of the tank. So area of tank, this will be equal to 292 divided by 36. So how much will be the cross sectional area of the tank? That will be equal to 8.12 meter square. 8.12 meter square. Okay, now നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡെപ്ത്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡെപ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? ഡെപ്ത് തന്നിട്ടുണ്ട് 4 മീറ്റർ, റൈറ്റ്? ഡെപ്ത് തന്നത് എത്രയാണ്? 4 മീറ്റർ. അപ്പം അതിന്റെ കൂടെ നമുക്ക് ഡെപ്ത് തന്നതിന്റെ കൂടെ സ്ലഡ്ജ് ഡെപ്തും തന്നിട്ടുണ്ട്. സ്ലഡ്ജ് ഡെപ്ത് എത്രയാണ് തന്നിട്ടുള്ളത്? 0.8 മീറ്റർ, അതായത് 80 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, 0.8 മീറ്റർ. അപ്പം നമുക്ക് ഈ ഫുൾ ഡെപ്ത് 4 മീറ്റർ ആണെങ്കിലും അതിൻ്റെ അകത്ത് സ്ലഡ്ജ് ഡെപ്ത് എത്ര കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്? 0.8 മീറ്റർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്കും വാട്ടർ, സെറ്റിലിംഗ് സോണിലെ വാട്ടറിനുള്ള ഡെപ്ത് എത്രയാണ്? ഈ ഫുൾ 4 മീറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. എത്ര യൂസ് ചെയ്യാൻ പറ്റില്ല? 4 - 0.8, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3.2 മീറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വാട്ടർ ഡെപ്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ലെങ്ത് 36 മീറ്റർ ആയി, വാട്ടർ ഡെപ്ത് എത്രയായി? വാട്ടർ ഡെപ്ത് 3.2 ആയി. ഓക്കെ, സ്ലഡ്ജ് ഡെപ്ത് എത്രയായി? 0.8. അപ്പൊ ടോട്ടൽ ഡെപ്ത് ഓഫ് ടാങ്ക് ഇവൻച്വലി ഇറ്റ് വിൽ ബി 4 മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വിഡ്ത്ത് ഓഫ് ദി ടാങ്ക്. അതായത് ഈ 4 മീറ്ററിൽ 0.8 മീറ്റർ സ്ലഡ്ജിന് പോയി. അപ്പൊ വെള്ളത്തിനുള്ള ഈ ഒരു 0.28 മീറ്റർ ഇല്ല അവിടെ. അവിടെ നമുക്ക് ആകെ എത്രയേ ഉള്ളൂ? 3.2 മീറ്ററേ ഉള്ളൂ. നമുക്കാണെങ്കിൽ 292 മീറ്റർ ക്യൂബ് അതിലെ കൂടെ പാസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് ഓഫ് ടാങ്ക് എത്രയായിരിക്കണം? വിഡ്ത്ത് ഓഫ് ടാങ്ക് വിൽ ബി ഈക്വൽ ടു, ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് 8.12. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡെപ്ത് ആണ്. പക്ഷെ 4 മീറ്റർ എടുക്കാൻ പറ്റില്ല, പകരം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാരണം അതിൽ 0.8 കംപ്ലീറ്റ്ലി ഫോർ സ്ലഡ്ജ് ആണ്. അപ്പൊ വാട്ടറിന് ആകെ അവൈലബിൾ എത്രയാണ്? 3.12 മാത്രമാണ്. സോ 3.2 മാത്രമാണ്. 3.2 മാത്രമാണ്. അപ്പം വിഡ്ത്ത് ഓഫ് ടാങ്ക് എത്ര കിട്ടും? 8.12 divided by 3.2 will be equal to 2.54 meter, or simply I can say it as 2.6 meter. Okay, അപ്പോൾ ലെങ്ത് 32 കിട്ടി, ഡെപ്ത് 3.2 മീറ്ററും സ്ലഡ്ജ് ഡെപ്ത് 0.2 മീറ്ററും കിട്ടി, വിഡ്ത്ത് എത്ര കിട്ടി? വിഡ്ത്ത് 2.6 മീറ്റർ. അപ്പൊ എല്ലാ തരത്തിലും ആയില്ലേ? പക്ഷേ നമ്മൾ ഇത് കംപ്ലീറ്റ്ലി ആ ഒരു വാട്ടർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? സപ്പോസ് ഈ ബൈ ചാൻസ് ആ വെള്ളം ഒന്ന് ഇൻക്രീസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യാനും കൂടി പറ്റണം. എപ്പോഴും നമ്മൾ ആ സേഫ്റ്റി സോൺ കൺസിഡർ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ഫ്രീ ബോർഡ് അലവൻസും കൂടി നമ്മൾ ആ ഡെപ്തിന് കൊടുക്കണം. ഇല്ലത്തെ ഫ്രീ ബോർഡ് അലവൻസ് ബി 0.5 മീറ്റർ. സോ ടോട്ടൽ ഡെപ്ത് ഓഫ് ടാങ്ക് എത്രയായിട്ട് വരും? ഡെപ്ത് ഓഫ് ടാങ്ക് നമുക്ക് വരിക 3.2 പ്ലസ് 0.8 പ്ലസ് ഫ്രീ ബോർഡ് അലവൻസ് 0.5, അതായത് 4 മീറ്ററിന്റെ കൂടെ 0.5 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഡെപ്ത് ഓഫ് ടാങ്ക് 4.5 മീറ്റർ. ഈ 0.5 എപ്പോഴും സേഫ്റ്റി അലവൻസ് ആണ്. അതായത് 4 മീറ്റർ വരെ വെള്ളം ഉണ്ടാവില്ല. ഒരു എന്തെങ്കിലും കാരണവശാൽ അത് അധികം വന്നു കഴിഞ്ഞാൽ തന്നെ ടാങ്കിൽ നിന്ന് എന്ത് ചെയ്യില്ല? സ്പിൽ ചെയ്ത് പോവില്ല. ദർഫോർ
സൈസ് ഓഫ് ദി സെഡിമെന്റേഷൻ ടാങ്ക്. സൈസ് ഓഫ് സെഡിമെന്റേഷൻ ടാങ്ക് എത്രയാണ്? സൈസ് ഓഫ് സെഡിമെന്റേഷൻ ടാങ്ക് ഈസ് 36 meter by 2.6 meter by 4.5 meter. Okay, so this is the dimension of the sedimentation tank. L into B into D. L into B into D. 36 meter by 2.6 meter by 4.5 meter. And next video il idepole, if you are using a circular tank, how to design the same. Adonu namukku next video il kaanam.